ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ മനീഷാപഞ്ചകം എന്ന കൃതിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അദ്വൈത ദർശനം പ്രചരിപ്പിക്കുന്നതിനായി ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ഭാഷ്യങ്ങൾ എഴുതി. സാധകന്മാർക്ക് കീർത്തനത്തിനും മനനത്തിനും വേണ്ടി ധാരാളം കീർത്തനങ്ങളും സ്തോത്രങ്ങളും പ്രകരണ ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു. അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഗ്രന്ഥമാണ് മനീഷാപഞ്ചകം. പഞ്ചകം എന്നാൽ 5 എണ്ണങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്നാണ്. ഇവിടെ 5 ശ്ലോകങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ശ്ലോകപഞ്ചകം എന്ന് അർത്ഥമെടുക്കാം. 5 ശ്ലോകങ്ങളാണ് ആചാര്യസ്വാമികളുടേതെന്നുള്ളതുകൊണ്ട് ഇത് മനീഷാപഞ്ചകം. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ സന്ദർഭ ശ്ലോകങ്ങളായതുകൊണ്ട് അത് കൂട്ടിയിട്ടില്ല. ആചാര്യസ്വാമികളുടെ 5 ശ്ലോകങ്ങളാണ് മനീഷാപഞ്ചകമായി പറയുന്നത്. സന്ദർഭ ശ്ലോകങ്ങൾ 2ഉം ശങ്കരാചാര്യർ എഴുതിയതല്ല, സന്ദർഭ കഥയായി പിന്നീട് എഴുതി ചേർത്തതാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മനീഷ എന്നാൽ നിശ്ചയം, ഉറപ്പ്, കൺവിക്ഷൻ എന്നാണ് അർത്ഥം. മനസ്സഹ ഈശ, മനസ്സിൻ്റെ ഉറച്ച ജ്ഞാനം, നിശ്ചയജ്ഞാനം എന്നാണ് ആചാര്യസ്വാമികൾ അർത്ഥമാക്കുന്നത്. ഓരോ ശ്ലോകത്തിൻ്റെ അവസാനം ഇതി ഏഷാ മനീഷാ മമ, ഇതെൻ്റെ നിശ്ചയജ്ഞാനമാണ് എന്ന് പറയുന്നു. സർവ്വ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. വ്യത്യസ്തമായ രൂപത്തിലും നാമത്തിലുമുള്ള അനേകശതം ജീവികളുള്ളതിൽ ശരീരമോ ഇന്ദ്രിയമോ ഒന്നുമല്ല മനുഷ്യനെ ഉത്കൃഷ്ടമാക്കുന്നത്. മനുഷ്യൻ്റെ വിശേഷ ബുദ്ധിയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വന്തം നിലനിൽപ്പിൻ്റെ കാരണത്തെ കണ്ടെത്തുവാനുമുള്ള മനുഷ്യൻ്റെ ആ വിശേഷ ബുദ്ധി, അതാണ് മനുഷ്യനെ മറ്റു ജന്തുക്കളിൽ നിന്നും ഏറ്റവും ഉയർന്ന നിലയിലുള്ള സൃഷ്ടിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ നിയാമക ശക്തിയെക്കുറിച്ചും തന്നെക്കുറിച്ചും തൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും എല്ലാം എന്നും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ആരാണ്, എന്തിനായി, എവിടെ നിന്ന് വന്നു, ഈ പ്രപഞ്ചം എന്ത്, ഇതിനൊരു നിയന്താവുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ്, എവിടെ ഇരിക്കുന്നു, ഈ വക ചോദ്യങ്ങളെല്ലാം പണ്ട് മുതലേ ഉള്ളതാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഉള്ളതാണ്. ഈ അന്വേഷണങ്ങളെല്ലാം കൂടെ ചേർത്ത് ജീവ, ജഗത്, ഈശ്വരൻ എന്ന് 3ആയി തിരിക്കും. ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ടേ തന്നെ കണ്ടെത്തുകയും ശാസ്ത്രീയമായി വെളിപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പരമകാരണത്തെ കണ്ടെത്തിയ നമ്മുടെ ഋഷീശ്വരന്മാർ അതിനെ സത്യം എന്ന് വിളിച്ചു. ജീവനായും ജഗത്തായും ഈശ്വരനായും എല്ലാം ഭാസിക്കുന്നത് ഏകവും നിത്യവും അദ്വിതീയവുമായ സത്യമാണ്. അജ്ഞാനം കൊണ്ട് നാം അതിനെ പലതായി കാണുന്നു എന്ന് മാത്രം. ഇതാണ് വേദാന്ത ശാസ്ത്രങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെ ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. സനാതനധർമ്മത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. ആ വേദങ്ങളെ കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്നിങ്ങനെ 3ആയി വിഷയവിഭാഗം ചെയ്തിട്ടുണ്ട്. ജ്ഞാനപ്രതിപാദകങ്ങളായ തികച്ചും അപൗരുഷേയങ്ങളായ ഉപനിഷത്തുകളാണ് വേദാന്തം അഥവാ അറിവിൻ്റെ അവസാനം. വേദം എന്നാൽ അറിവെന്നാണ് അർത്ഥം. വേദ അന്തം, അറിവിൻ്റെ അവസാനം എന്നറിയപ്പെടുന്നത്. ഏത് കാലത്തുണ്ടാക്കിയെന്നോ ആരുണ്ടാക്കിയെന്നോ അറിയില്ല നമ്മൾക്ക്. ഈ വേദങ്ങൾ രേഖകളൊന്നുമില്ല. അനാദിയായ ജ്ഞാനമാണ് ഉപനിഷത്തുകളിലെ പ്രതിപാദ്യ വിഷയം. വേദം എന്നാൽ അറിവ്, അതിൽ അറിവിൻ്റെ ഏറ്റവും അറ്റം, അതിൽ കൂടുതൽ ഇനി ഒന്നും അറിയാനില്ല, എല്ലാം അറിഞ്ഞു കഴിയുന്ന ആ ഒരു അവസ്ഥ, അതാണ് വേദാന്തം. അങ്ങേയറ്റം അറിവിൻ്റെ, അതാണ് വേദാന്തം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്തുകളും ഉപനിഷത്ത് സാരമായ ഭഗവത്ഗീതയും ഉപനിഷത്ത് വിചാരഗ്രന്ഥമായ ബ്രഹ്മസൂത്രവും ചേർന്നതാണ് പ്രസ്ഥാനത്രയം. പ്രസ്ഥാനത്രയം വേദാന്ത ദർശനം മുഴുവനും ഉൾക്കൊള്ളുന്നതാണ്. സനാതനധർമ്മത്തിൻ്റെ താത്വികമായ അടിസ്ഥാനം നിലകൊള്ളുന്നത് അദ്വൈത വേദാന്ത ദർശനത്തിലാണ്.
അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഈ അദ്വൈത സിദ്ധാന്തത്തെ എല്ലാവരിലേക്കും എത്തിക്കുവാനായി പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം രചിക്കുകയും അനവധി പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്രതിപാദ്യ വിഷയം ഏകമായ സത്യം. ആ സത്യം തന്നെയാണ് ജഗത്തിൻ്റെ പരമകാരണം. ഈ ഒരു സത്യത്തെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ആചാര്യസ്വാമികളുടെ അവിശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഒരൊറ്റ ശ്ലോകം മാത്രമുള്ള ഏകശ്ലോകി മുതൽ 1000 ശ്ലോകങ്ങൾ വരെയുള്ള കൃതികൾ രചിച്ചിരിക്കുന്നത്. അക്കൂട്ടത്തിലുള്ള ഒരു കൃതിയാണ് വലിപ്പത്തിൽ ചെറുതെങ്കിലും ആശയപരമായി ചിന്തിച്ചാൽ വേദാന്ത സാര സംഗ്രഹമായ മനീഷാപഞ്ചകം. ഈ പ്രകരണ ഗ്രന്ഥം എല്ലാവർക്കും മനനം ചെയ്യുവാനും തത്വങ്ങൾ ഗ്രഹിക്കുവാനും വളരെ സഹായകരമാകുന്നതാണ്. ബുദ്ധി, ധിഷണ, മനീഷ ഇവയെല്ലാം പര്യായപദങ്ങളാണ്. സങ്കല്പ വികല്പാത്മകമായ മനസ്സിൻ്റെ ഏറ്റവും ഉപരിയായ ആ നിശ്ചയാത്മിക ബുദ്ധിയാണ് മനീഷ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കൃതിയുടെ രചനയെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. കാശിയിൽ വെച്ച് ശങ്കരാചാര്യസ്വാമികളുടെ അദ്വൈത ജ്ഞാനനിഷ്ഠയെ പരീക്ഷിക്കുവാനായി ഒരു ചണ്ടാലൻ്റെ രൂപത്തിൽ വന്ന കാശി വിശ്വനാഥൻ ശിവൻ, ശങ്കരാചാര്യരും ശിവനും തമ്മിലുള്ള സംവാദമാണ് ഈ കൃതിയുടെ സന്ദർഭമെന്ന് ആണ് ഐതിഹ്യം പറയുന്നത്. ഗംഗാസ്നാനം കഴിഞ്ഞ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ശങ്കരൻ്റെ മുന്നിലേക്ക് 4 നായ്ക്കളോടൊപ്പം വന്നു നിന്ന ചണ്ടാലനോട് വഴിമാറൂ വഴിമാറൂ എന്ന് പറഞ്ഞപ്പോൾ ചണ്ടാലരൂപിയായ ശിവൻ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു ആചാര്യസ്വാമികളോട്. ചണ്ടാലൻ്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ആചാര്യന് മനസ്സിലായി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു മഹാത്മാവ് തന്നെയാണെന്ന്. ഒരു നിമിഷം താൻ ദേഹബോധത്തിലേക്ക് പോയതുകൊണ്ടാണ് ഇങ്ങനെ വഴിമാറൂ വഴിമാറൂ എന്ന് പറഞ്ഞതെന്ന് ആചാര്യൻ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ അദ്വൈതബോധം വീണ്ടെടുത്തുകൊണ്ട് തൻ്റെ അദ്വൈതനിഷ്ഠയെ പരീക്ഷിക്കുകയായിരുന്ന മഹാദേവൻ്റെ പ്രശ്നങ്ങൾക്ക് 5 ശ്ലോകങ്ങളിലായി നൽകിയ മറുപടിയാണ് മനീഷാപഞ്ചകം എന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്നാൽ ഈ ഒരു കഥയും സന്ദർഭവും തികച്ചും സ്വീകാര്യമല്ല എന്നാണ് സംപൂജ്യനായ ചിദാനന്ദപുരി സ്വാമികൾ പറയുന്നത്. സ്വാമിജി പറയുന്നു, ഈ ഐതിഹ്യം നമുക്ക് യാതൊരു പ്രകാരത്തിലും സ്വീകരിക്കാൻ സാധ്യമല്ല. യുക്തിരഹിതവും ശാസ്ത്രവിരുദ്ധവുമാണിത്. മനുഷ്യരിലെന്നല്ല, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സർവ്വചരാചരങ്ങളിലും ഏകാത്മദൃഷ്ടി ഉറച്ചിരിക്കുന്ന അദ്വൈത ആചാര്യ ഭഗവാൻ ചണ്ടാല ദർശനത്തിൽ ഭേദദൃഷ്ടി വന്നു എന്ന് പറയുന്നത് അസംബന്ധമാണ്. കാശിയിൽ വസിക്കുന്ന കാലത്ത് ബ്രാഹ്മണരെന്നും ചണ്ടാലരെന്നും ഭേദബുദ്ധിയുള്ള ജനങ്ങൾക്കത് മാറ്റുവാനായി ആചാര്യർ രചിച്ചതാകാം ഈ കൃതി. അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാർക്ക് ഭേദബുദ്ധി കണ്ടിട്ട് അവരെ ഉപദേശിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ എഴുതിയതാകാം. അങ്ങനെയാണ് ചിദാനന്ദപുരി സ്വാമിജി പറയുന്നത്. നമുക്കും അതുതന്നെ സ്വീകരിക്കാം. ഇനി അദ്വൈതം എന്ന് പറയുന്നത് അനുഭൂതിയാണ്. എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഞാനുണ്ട്, ആ ഒരു ബോധം. അത് അനുഭവിക്കാത്തതായിട്ട് ആരാ ഉള്ളത്? എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ ഞാൻ എന്നുള്ള ആ ബോധം. ആ അനുഭൂതിയിൽ വരുത്താനുള്ള മാർഗവും ഗുരുപദേശത്തിൻ്റെ ആവശ്യവും ഗുരുവിൻ്റെ ലക്ഷണവും പിന്നെ അനുഭൂതിയും ഇവയെല്ലാം സംക്ഷേപിച്ച് ഉപദേശിക്കുന്ന വേദാന്ത സാര സംഗ്രഹമാണ് മനീഷാപഞ്ചകം എന്ന ഈ കൃതി. സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം വേദാന്ത തത്വങ്ങൾ പഠിച്ച് മനനം ചെയ്യാനും അത് കൂടുതൽ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഏറ്റവും സഹായിക്കുന്ന ഒരു ചെറിയ കൃതിയാണ് മനീഷാപഞ്ചകം. ഇനി നമുക്ക് പ്രാരംഭ ശ്ലോകങ്ങളിലേക്ക് കിടക്കാം. 2 പ്രാരംഭ ശ്ലോകങ്ങളാണെന്ന് പറഞ്ഞുവല്ലോ, സന്ദർഭ ശ്ലോകങ്ങളാണെന്ന് പറഞ്ഞുവല്ലോ. അതിൽ കാണാം നമുക്ക്. ഈ 2 ശ്ലോകങ്ങൾ ചണ്ടാലൻ ശങ്കരനോട് ചോദിക്കുന്നതാണ്. ഗംഗാ സ്നാനം കഴിഞ്ഞ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പം മുമ്പിൽ വന്ന് നിന്ന ചണ്ടാലനോട് വഴിമാറൂ എന്ന് പറഞ്ഞപ്പോൾ ആ ശങ്കരനോട് ചണ്ടാലൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് വായിക്കാം. അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് ദ്വിജവരദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛേതി.
ഇനി ഇതിൻ്റെ അർത്ഥം കാണാം. അല്ലയോ സന്യാസി വര്യ, അങ്ങ് ശരീരത്തെ ഉദ്ദേശിച്ചാണോ അതോ ആത്മാവിനെ ഉദ്ദേശിച്ചാണോ മാറി നിൽക്കൂ എന്ന് പറഞ്ഞത്? ശരീരത്തെ ഉദ്ദേശിച്ചാണെങ്കിൽ എല്ലാ ശരീരങ്ങളും അന്നമയങ്ങൾ തന്നെ. ആത്മാവിനെ ഉദ്ദേശിച്ചാണെങ്കിൽ ആത്മാവ് ഏകവും നിത്യവുമായ ചൈതന്യമാണല്ലോ. ബ്രാഹ്മണൻ്റെ ശരീരമായാലും മൃഗങ്ങളുടെ മാംസം കഴിക്കുന്ന ചണ്ടാലൻ്റെ ശരീരമായാലും ശരീരം എല്ലാം അന്നമയവും പ്രാണമയവുമാണ്. പിന്നെ എങ്ങനെയാണ് ശരീരത്തിൻ്റെ തലത്തിൽ വിവേചനം പറയാൻ കഴിയുക? അതുപോലെ തന്നെ ഒരേ ചൈതന്യമാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത്. ചൈതന്യത്തിൻ്റെ തലത്തിലും ബ്രാഹ്മണൻ്റേതെന്നും ചണ്ടാലൻ്റേതെന്നും വേറെ വേറെ പറയാൻ പറ്റില്ല. എന്താണ് മാറി നിൽക്കേണ്ടത്? ശരീരത്തിൽ നിന്ന് ശരീരം മാറി നിൽക്കണമോ ചൈതന്യത്തിൽ നിന്ന് ചൈതന്യമാണോ മാറേണ്ടത്? ഇതാണ് ചണ്ടാലൻ്റെ ആദ്യത്തെ ചോദ്യം. ഇനി ഈ ചോദ്യത്തെ തന്നെ കുറച്ചും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് 2 ഉദാഹരണങ്ങളിൽ കൂടി വിവരിക്കുകയാണ് രണ്ടാമത്തെ പ്രാരംഭ ശ്ലോകം. അത് വായിക്കാം. കിംഗംഗാംബുനി ബിംബിതേംബരമണൗ ചണ്ടാലവാടീ പയഃ പൂരേ ചാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ പ്രത്യഗ്വസ്തുനി നിസ്തരംഗസഹജ ആനന്ദാവബോധാംബുധൗ വിപ്രോയം ശ്വപചോയമിത്യപി മഹാൻ കോയം വിഭേദഭ്രമഃ. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. സൂര്യകിരണങ്ങൾ ഗംഗയിലെ പുണ്യജലത്തിൽ പ്രതിഫലിച്ചാലും പ്രാകൃത മനുഷ്യർ സഞ്ചരിക്കുന്ന വഴികളിലെ അഴുക്ക് ചാലുകളിലെ ജലത്തിൽ പ്രതിഫലിച്ചാലും സൂര്യൻ്റെ രശ്മികൾക്ക് എന്തെങ്കിലും ഭേദമുണ്ടോ? അതാണ് ആദ്യത്തെ ഉദാഹരണം. സൂര്യരശ്മികൾ ഏത് ജലത്തിൽ പ്രതിഫലിച്ചാലും സൂര്യരശ്മികൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത്, ആകാശം സ്വർണ്ണക്കുടത്തിലായാലും മൺകുടത്തിനുള്ളിലായാലും ആകാശം തന്നെയല്ലേ? ആകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പേസ് ആണ്. ഒരു കുടത്തിനകത്ത് നമ്മൾ കുടം കാലിയായിട്ടുള്ള ഒരു കുടം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ വേറൊന്നുമില്ലെങ്കിലും സ്പേസ് ഉണ്ടാകുമല്ലോ. ആ സ്പേസും സ്വർണ്ണക്കുടത്തിലെ സ്പേസും മൺകുടത്തിനുള്ളിലുള്ള സ്പേസും രണ്ടും സ്പേസ് തന്നെയാണ്. സ്വർണ്ണക്കുടത്തിലായാലും മൺകുടത്തിനുള്ളിലായാലും രണ്ടും ആകാശം തന്നെയാണ് രണ്ടിൻ്റെ ഉള്ളിൽ. കുടങ്ങളുടെ ആ കാണുന്ന അപ്പിയറൻസിലും ആ ഉപാധിയിലും വ്യത്യാസമുണ്ടെങ്കിലും അതിനുള്ളിലുള്ള ആകാശം സ്പേസ് അതിനൊരു വ്യത്യാസവുമില്ലല്ലോ, തമ്മിൽ ഒരു ഭേദവുമില്ലല്ലോ. രണ്ടും തമ്മിൽ എന്താണ് ഭേദം? അലയൊഴിഞ്ഞ സമുദ്രം പോലെ ശാന്തമായി അനന്ത സച്ചിദാനന്ദ ലക്ഷണമായി സഹജമായിരിക്കുന്ന പ്രത്യേകാത്മവസ്തുവിൽ ഇത് ബ്രാഹ്മണൻ, ഇത് ചണ്ടാലൻ എന്നൊക്കെയുള്ള ഭേദബുദ്ധിക്ക് സ്ഥാനമെവിടെ? ഇവിടെ പറയുന്നത് ആ പ്രത്യേകാത്മവസ്തുവിനെ, ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. അലയൊഴിഞ്ഞ സമുദ്രം പോലെ ശാന്തമായിട്ടുള്ള സച്ചിദാനന്ദ ലക്ഷണമായിട്ടുള്ള സഹജമായിരിക്കുന്ന ആ പ്രത്യേകാത്മവസ്തു. സഹജമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള, അൺബൗണ്ട്, അൺകണ്ടീഷണൽ ആയിരിക്കുന്ന ആ ഇന്നർ സെൽഫ്. പ്രത്യേകാത്മ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നർ സെൽഫ്, ആത്മാവ്. ആ വസ്തുവിൽ ബ്രാഹ്മണൻ, ചണ്ടാലൻ എന്നൊക്കെയുള്ള ഭേദബുദ്ധി ഉണ്ടോ? അതാണ് ഉദാഹരണങ്ങളിൽ കൂടി 2 ഉദാഹരണം പറഞ്ഞത്. സൂര്യരശ്മികൾ ഏത് പ്രതലത്തിൽ വീണാലും അത് ശുദ്ധമായി അഴുക്ക് പുരളാതെ ഇരിക്കുന്നു. സൂര്യരശ്മിക്ക് ഒരു വ്യത്യാസവുമില്ല. ഏകനും അദ്വിതീയനുമായ സൂര്യൻ വ്യത്യസ്ത ഉപാധികളിൽ പ്രതിഫലിക്കുമ്പോൾ സൂര്യരശ്മിക്ക് ഒരു ഭേദവും ഉണ്ടാകുന്നില്ല. പ്രതിഫലിക്കുന്ന ഉപാധിയുമായി സൂര്യന് യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. അത് സ്വസ്വരൂപമായി വിരാജിക്കുന്നു. എന്നാൽ ഉപാധിയിൽ മാത്രം നോക്കുന്നവർക്ക്, ഇപ്പം നമ്മൾ ആ അഴുക്ക് വെള്ളത്തിലും നല്ല തെളിഞ്ഞ വെള്ളത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രതിബിംബത്തിൻ്റെ വ്യത്യാസം നമുക്ക് കാണാമായിരിക്കും. പക്ഷേ അതുകൊണ്ട് സൂര്യരശ്മികൾക്ക് എന്തെങ്കിലും അഴുക്ക് പുരളുകയോ പുണ്യം കിട്ടുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊന്നും ഉണ്ടാവില്ലല്ലോ. സൂര്യൻ ഏകനായിട്ട് വിരാജിക്കുന്നു. പിന്നെ ആകാശം കുടത്തിലിരിക്കുന്ന ആകാശം സ്വർണ്ണക്കുടത്തിലായാലും മൺകുടത്തിലായാലും അതിന് ഒരു വ്യത്യാസവുമില്ല. ആ കുടങ്ങളാണ് അതിന് പരിമിതമായിരിക്കുന്നത്. ആ സ്പേസ് കുടത്തിനുള്ളിൽ പരിമിതമായതുകൊണ്ട് നമ്മൾക്ക് പരിമിതമായിട്ടുള്ള സ്പേസിനെ നമ്മൾ കാണുന്നു. ഉപാധിയുടെ
അതുകൊണ്ട് നമ്മൾ കാണുന്നു, ഒന്ന് സ്വർണ്ണക്കുടത്തിലെ ആണെന്നും ഒന്ന് മൺകുടത്തിലെ ആണെന്നും ഒക്കെ നമ്മൾ പറയുന്നു എന്ന് മാത്രം. അത് കാണുന്നവരുടെ ഭേദമാണ്. സ്വർണ്ണക്കുടത്തിലായാലും മൺകുടത്തിനുള്ളിലായാലും കുടത്തിൻ്റെ പരിമിതി ആകാശത്തെ ബാധിക്കുന്നില്ല, സ്പേസിനെ ബാധിക്കുന്നില്ല. ഇങ്ങനെ 2 ഉദാഹരണങ്ങളിൽ കൂടി ഭേദബുദ്ധിയെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി പ്രത്യേകാത്മ വസ്തുവിനെ, ആ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. അതിനായിട്ട് ഇവിടെ പറയുന്നത് നിസ്തരംഗ സഹജാനന്ദ അവബോധാംബുധി എന്നാണ് പ്രത്യേകാത്മ വസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. അത് നിസ്തരംഗം, തരംഗങ്ങളൊന്നുമില്ലാത്ത അലയൊഴിഞ്ഞ സമുദ്രം പോലെ ശാന്തമായ, രാഗദ്വേഷങ്ങളാണ് ഈ മനസ്സിലെ തരംഗങ്ങൾ, ദ്വന്ദ്വങ്ങളാണ് മനസ്സിലെ തരംഗങ്ങൾ. അതൊന്നും ഇല്ല മനസ്സിലെ. ആ രാഗദ്വേഷങ്ങളൊന്നും അഫക്റ്റ് ചെയ്യാത്ത ആത്മസ്വരൂപം, ആത്മസ്വരൂപത്തിന് ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. അത് നിസ്തരംഗമാകുന്നു. പ്രത്യേകാത്മാ എന്ന് പറയുന്ന ഇന്നർ സെൽഫ് നിസ്തരംഗവും സഹജവുമായ ആനന്ദ അവബോധ സമുദ്രമാകുന്നു. അവബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്, ആ ബോധം, അതിൻ്റെ സമുദ്രമാകുന്നു. അനന്തവിശാലതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സമുദ്ര ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അനന്തമായ ആനന്ദവും ജ്ഞാനവുമാണ് ആത്മസ്വരൂപം. അങ്ങനെയുള്ള അനന്താനന്ദ ജ്ഞാനസ്വരൂപമായ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവ് ഏതേത് ശരീരങ്ങളിലിരുന്നാലും എന്ത് ഭേദമാണുള്ളത്? ബ്രാഹ്മണൻ്റെ ആത്മാവെന്നും ചണ്ടാലൻ്റെ ആത്മാവെന്നും ഒരു ഭേദവുമില്ല. അതാണ് ഇവിടെ ഈ 2 ഉദാഹരണങ്ങളിൽ കൂടി പറഞ്ഞത്. ഇനി വിപ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വിപ്രൻ എന്ന് പറഞ്ഞാൽ വേദപാരായണങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിപ്രൻ എന്ന് പറഞ്ഞ വേദപാരായണങ്ങൾ ചെയ്യുന്ന. വിപ്രോയം ശ്വപചോയം ഇത്യഭിമഹാൻ കോയം വിഭേദഭ്രമഃ. ശ്വപച എന്ന് പറഞ്ഞാൽ നായ്ക്കളെ പാകം ചെയ്ത് കഴിക്കുന്നവൻ, അതായത് ചണ്ടാലൻ. ശ്വ എന്നാൽ നായ്ക്കൾ, പചഹ പാകം ചെയ്ത് കഴിക്കുക. അപ്പോൾ ചണ്ടാലൻ പട്ടിയുടെ മാംസം കഴിക്കുന്ന ആൾ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ശ്വപച എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂര്യനിലും കുടത്തിലെ ആകാശത്തിലും ഭേദം ആരോപിക്കുന്നത് പോലെ തന്നെയാണ് ബ്രാഹ്മണനിലും ചണ്ടാളനിലും ഭേദത്തെ കാണുന്നത്. ഇതൊന്നും സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിനെ ബാധിക്കുന്നില്ല. ആത്മജ്ഞാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യമായി തന്നെ ഭേദബുദ്ധിയെ ഉപേക്ഷിക്കണം. അതാണ് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആ ഭേദബുദ്ധിയെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആത്മജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഇനി മഹിമയാർന്ന വേദാന്ത സാരസംഗ്രഹത്തെ അരുളുകയാണ് ഭഗവത്പാദർ. മനീഷാ പഞ്ചകത്തിലെ 5 ശ്ലോകങ്ങളിൽ കൂടി വേദാന്ത സാരസംഗ്രഹത്തെ അരുളുകയാണ്. ഇവിടെ പലതായിട്ടൊന്നുമില്ല, ഒരേ ചൈതന്യമാണ് എല്ലാത്തിലുമുള്ളത്. ആ പരമാർത്ഥ സത്യം അറിയുന്ന ആൾ ആര് തന്നെ ആയാലും അയാൾ ഗുരുവാണ്. ആത്മസത്യം വ്യക്തമായി അറിയുന്ന ആ മഹാത്മാവ് ചണ്ടാലകുലത്തിൽ പിറന്നാലും ബ്രാഹ്മണ കുലത്തിൽ പിറന്നാലും എന്തു ഭേദമാണുള്ളത്? അയാൾ ഗുരു തന്നെയാണ്. മഹാത്മാവായ അയാൾ ഗുരു തന്നെയാണ്. ഇതെൻ്റെ ഉറപ്പായ തീരുമാനമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ആചാര്യസ്വാമികൾ ഓരോ ശ്ലോകങ്ങളിലും. അങ്ങനെ ഒന്നാമത്തെ ശ്ലോകം മുതൽ അവസാനം ഓരോ ശ്ലോകത്തിൻ്റെയും അവസാനം പറയും, ഇതി ഏഷാ മനീഷാ മമ, ഇതെൻ്റെ നിശ്ചയജ്ഞാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ശ്ലോകങ്ങളും. അതിനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.